മന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്നൊരു സ്റ്റേറ്റ്മെന്റ് അകത്ത് വെച്ചുകൊണ്ടാണ് ഈ ആക്രമണം. ഒരിക്കലുമല്ല. ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇന്നലെ അസംബ്ലിയിൽ രണ്ട് കാര്യത്തിൽ ബഹുമാനപ്പെട്ട വനം മന്ത്രി തെറ്റിദ്ധാരണാജനകമായ സ്റ്റേറ്റ്മെന്റ് നടത്തി. ഒന്ന്, അദ്ദേഹം അടിയന്തര പ്രമേയത്തിന്റെ മറുപടിയിൽ അദ്ദേഹം പറഞ്ഞു, കാടിനകത്ത് വെച്ചുകൊണ്ട് കടുവ, അതുപോലെ ആന ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന വന്യമൃഗങ്ങളെ പരിക്കേൽപ്പിച്ച് പുറത്തേക്ക് വിടുന്നു. അപ്പൊ ഞാൻ ഉടനെ തന്നെ എഴുന്നേറ്റ് ചോദിച്ചു, അത് ആരാണ്, എന്ത് അടിസ്ഥാനരഹിതമായ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സിദ്ദിഖാണെന്നോ പ്രതിപക്ഷമാണെന്നോ ഞങ്ങൾ പറയുന്നില്ല, ഒരു സംഘം പ്രവർത്തിക്കുന്നു, അത് പ്രതിപക്ഷ നേതാവിനും മുൻ പ്രതിപക്ഷ നേതാവിനും അറിയാമെന്ന് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് ചോദിച്ചു, ഞങ്ങൾക്കറിയില്ല, പറയണം ആരാണെന്ന്. തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തണം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്നത് മനുഷ്യൻ കാട്ടിൽ പോയി അക്രമം നടത്തിയാണെന്ന് പറഞ്ഞു വരുത്തുകയാണ്. ഒരു മന്ത്രിയാണ് ചെയ്യുന്നത്. ആരെങ്കിലും കാട്ടിൽ പോകാറുണ്ടോ? ആരെങ്കിലും വന്യമൃഗങ്ങളെ ഉപദ്രവിക്കാറുണ്ടോ? മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘട്ടനം എന്നാണ് വേർഷൻ. അങ്ങനെയല്ല നടക്കുന്നത്. വന്യമൃഗങ്ങളുടെ ഏകപക്ഷീയമായ ആക്രമണമാണ്. നിങ്ങൾ മലയോര മേഖല ഒന്ന് എടുത്തു നോക്കണം, ജീവിക്കാൻ കഴിയില്ല. ഈ മേലെ വളരുന്നതായിരിക്കുന്ന അപ്പൊ നാളികേരമാകട്ടെ, മറ്റുള്ളതായിരിക്കുന്ന പച്ചക്കറികളാകട്ടെ, അടക്കയാകട്ടെ, എന്ത് സാധനമാകട്ടെ, അത് മുഴുവൻ കുരങ്ങ്, അതുപോലെയുള്ളതായിരിക്കുന്ന മയില്, മറ്റുള്ള സാധനങ്ങൾ വന്ന് ഭക്ഷിക്കും. ഭൂമിക്ക് അടിയിലുള്ളതായിരിക്കുന്ന സാധനമാണെങ്കിൽ അത് മുഴുവൻ പന്നി ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന സാധന സാമഗ്രികൾ മുഴുവൻ അവർ നശിപ്പിക്കും. മറ്റു മനുഷ്യന് നടന്നു പോവുകയാണെങ്കിലോ ആ മനുഷ്യൻ നടന്നു പോകുന്ന സമയത്ത് മുഴുവൻ കാട്ടുമൃഗങ്ങൾ ക്രൂരമായി ആക്രമിക്കാൻ. വയനാട്ടിൽ മലയോര മേഖലയിൽ സാമൂഹ്യ ജീവിതം തകർന്നിരിക്കുകയാണ്. ജോലിയെടുക്കാൻ പോകാൻ പറ്റില്ല. ഭയത്തോടുകൂടിയാണ് മക്കൾ സ്കൂളിൽ പോകുന്നത്. പകൽ സമയത്ത് പോലും അക്രമം നടക്കുകയാണ്. ആലോചിക്കണം, വയനാടിന്റെ ചുമതലയുള്ള മന്ത്രിയാണ് ബഹുമാന്യനായ വനം വകുപ്പ് മന്ത്രി ശ്രീ ശശീന്ദ്രൻ. അദ്ദേഹം ഇതുപോലെ സമാനമായ ഇതിനേക്കാൾ ഭീതിതമായ ഒരാക്രമണം, മരണം തുല്യമാണ്, പക്ഷേ ഭീകരത ഉണർത്തുന്ന ഒരാക്രമണമുണ്ടായി. അത് ഉണ്ടായത് ബത്തേരിയിലെ വാഗേരിയിലെ പ്രജീഷിന്റെ മരണമാണ്. ആ പ്രജീഷ് ഒരു ക്ഷീരകർഷകനാണ്. അദ്ദേഹം പുല്ലരിയാൻ വേണ്ടി പോയത്. ഒരു ചെറുപ്പക്കാരൻ കാർഷിക വൃത്തിയിൽ അടിയുറച്ചു നിൽക്കണമെങ്കിൽ മറ്റുള്ള ജീവിതമാർഗം ഇല്ലാത്തതുകൊണ്ടാണ്. പുല്ലരിയാൻ പോയപ്പോഴാണ് അദ്ദേഹത്തെ കടുവ ആക്രമിക്കുന്നതും അദ്ദേഹത്തെ ഡ്രാഗ് ചെയ്ത് വലിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ തലയുടെ പിറകിൽ നിന്ന് അദ്ദേഹത്തിന്റെ മസ്തിഷ്കമടക്കം ഭക്ഷിച്ചു. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ പല ഭാഗവും ഭക്ഷിച്ചു. ക്രൂരമായ കൊലപാതകമായിരുന്നു. ജില്ലയുടെ ചുമതലയുണ്ടായിരുന്ന വനം മന്ത്രി ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല. ഞങ്ങൾ അവസാനം അദ്ദേഹത്തെ ബഹിഷ്കരിച്ചു. അദ്ദേഹത്തെ കടക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. 4 മന്ത്രിമാരുടെ ഒരു സംഘം വന്ന് സന്ദർശനം നടത്തിയാണ് അദ്ദേഹം ആ വീട്ടിൽ പോയത്. മാസങ്ങൾക്ക് ശേഷം ഉത്തരവാദിത്തത്തോടുകൂടി ഫെൻസിംഗ് നടത്താൻ, ട്രെഞ്ചിങ് നടത്താൻ, അനുബന്ധമായ ക്രമീകരണം നടത്താൻ, ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിക്കാൻ, വന്യമൃഗങ്ങളെ കാട്ടിൽ തന്നെ നിലനിർത്താൻ, കാടും നാടും വേർതിരിക്കാൻ, അതിനുവേണ്ട ഫണ്ട് വെക്കാൻ ഒരു നടപടിയും ഇന്നില്ല. ആനയെ നിയന്ത്രിക്കാൻ ഒരുപാട് സ്റ്റെപ്സ് നമുക്കെടുക്കാം. അവിടെ നമുക്ക് കുഴി കുഴിക്കാം, അവിടെ വൻമതിൽ കെട്ടാം, അവിടെ സോളാർ ഫെൻസിംഗ്, ഹാങ്ങിംഗ് പവർ ഫെൻസിംഗ്, ക്രാഷ് ഗാർഡ് ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള ഫെൻസിംഗിന് നേതൃത്വം കൊടുക്കാം. വിവിധ നടപടികൾക്ക് നേതൃത്വം കൊടുക്കാം. MLA ഫണ്ടുണ്ട്, MP ഫണ്ടുണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഫണ്ടുണ്ട്, നബാർഡിന്റെ ഫണ്ടുണ്ട്. വിവിധ ഏജൻസികളുടെ ഫണ്ടിംഗ് ഒക്കെ ഉപയോഗപ്പെടുത്തി ചെറുതും വലുതുമായിട്ടുള്ള പദ്ധതികൾ നടന്നു. പക്ഷെ കടുവ എങ്ങനെ നിയന്ത്രിക്കും?